ആദിശ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഗുഡ് ബോയ് ആയിട്ട് സാധനങ്ങള് അവന് പറ്റുന്ന സാധനങ്ങളെല്ലാം അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ കണ്ട കണ്ടാ ഹെൽപ്പിങ് ആദിശ ഹെൽപ്പിങ് കണ്ട എല്ലാവർക്കും ഹെൽപ്പിങ് കൊടുക്കണം ആദ്യം കൊണ്ടുപോ 2:45 പുലർച്ചെ 2:45 അപ്പോസ് ഇത്ര നേരം നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് നേരം മുന്നേ കിടന്നുള്ളൂ 2 മണി സമയത്ത് കിടന്നുള്ളൂ ഉറങ്ങിയിട്ട് ആദ്യം കുറേ നേരം കളിച്ച് അവനൊരു 12 മണി 11 ആയപ്പോൾ അവനും കിടന്നു ഗുഡ് ബൈ. അങ്ങനെ നമ്മുടെ എല്ലാം ടി വി ഊരിയിടുന്നുണ്ട് ഇവിടെയൊക്കെ കാര്യമായിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റൊക്കെ ഊരിയുണ്ട് ഇനിയിപ്പോ ഈ സ്റ്റാൻഡ് തമ്പാച്ചന്റെ സ്റ്റാൻഡ് ഊരണം തമ്പാച്ചന്മാരൊക്കെ സ്റ്റാൻഡ് അങ്ങനെ കുറച്ച് സ്റ്റാൻഡുകൾ ഊരാനായിട്ട് ആള് വരും. അത് വിവരക്കേട് ചെയ്ത ഒരാളാണ് അത് ആദ്യം എടുത്ത് അവിടെ കൊണ്ടുവച്ചു ഇവിടുന്ന് ഊരാൻ ആദ്യം പുതിയ പോകണം. പിന്നെ കമ്പ്യൂട്ടർ അതൊക്കെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. പിന്നെ അപ്പൂസ് എക്സാമിന് പോയി കാണാം. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ടേബിൾ മൊത്തം എല്ലാ സാധനങ്ങളും ഒരു കവറിലാക്കി കഴിഞ്ഞാൽ അത് അവിടെ കൊണ്ടുപോയി അതൊക്കെ പിന്നെ അതേപോലെ വെച്ചാൽ മതി. നമ്മൾ ഫിറ്റിങ്സ് ആണ് ആദ്യം നോക്കണ്ടോ. ഇത് ഞങ്ങൾ നാളെ കൊണ്ടുപോയിക്കുള്ള ഫിഷ് ടാങ്കൊക്കെ. അപ്പോൾ സ്റ്റാൻഡുകൾ ഊരിക്കോട്ടെ വെച്ചോ സ്റ്റാൻഡ് അവിടെ മുകളിൽ കൊടേര മുകളിൽ അവിടെ. അപ്പോൾ ഈ സ്റ്റാൻഡിങ് ഊരാൻ പോകണ്ട. പിന്നെ ഇവിടെ ഞാൻ ഇന്ന് കുറേ പാക്ക് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളും അങ്ങനെ കുറച്ചും കൂടി ഡ്രസ്സുകളും ഇങ്ങനെ പാക്കിങ്ങിലുള്ള സാധനങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ച് കുട്ടിനെ കുളിന്ന് ഞങ്ങൾ കൊണ്ടുവന്നു കെട്ടി അടിച്ച് കുട്ടിന് ചുണ്ടിരി പെണ്ണിന് ജ്യൂസടി കല്ലി പെണ്ണെ ചുണ്ടി പെണ്ണെ ഇവിടെ വീട്ടിച്ച് പോവാണോ നീ? വാവ് മിക്കി മൗസിൻ്റെ ഡ്രസ്സാണോ ചേട്ടൻ വെച്ച് തന്നിട്ട്? ചേട്ടൻ 3 ഡ്രസ്സ് വെച്ച് തന്നു കാവിനി. അപ്പോൾ അത് ഇത് അങ്ങനെ ഊരാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മൾ നോയമ്പായതുകൊണ്ട് ആദ്യം ഇതോർത്ത് വേണം ഫ്രിഡ്ജ് വെക്കണം. ഫ്രിഡ്ജ് വെക്കുന്ന സാധനമൊക്കെ നാളെ മറ്റത് വൈകുന്നേരത്തിനുള്ള ചോറോടെ പത്തിട്ടുണ്ട്. ഇതേ പയറരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേവിച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ഒതുക്കലൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ നോയമ്പെടുത്തിക്കണ കാരണം നമുക്ക് ഒരു മീൻ മേടിച്ച് വെക്കാനോ ഓർക്കാനോ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ ഞാൻ കൂർപ്പുപ്പേരി വെച്ചാൽ അത് കുറച്ച് ഉപ്പുണ്ട്. അപ്പം അങ്ങനെ പിന്നെ അതേ ഈ കിച്ചൺ സ്റ്റാൻഡ് ഊരണം. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ സ്റ്റാൻഡ് ഇതൊക്കെ ഊരണം. പിന്നെ നമ്മുടെ ഈ സ്റ്റാൻഡ് ഊരണം. പിന്നെ ഇതേ അവിടെ വാഷ് ബേസിൻ്റെ അവിടെ അല്ല വാഷിംഗ് മെഷീൻ്റെ അവിടെ നമ്മൾ കണ്ട ഇവിടെ മറ്റേ സോപ്പും പൊടിയൊക്കെ വെക്കാനായിട്ട് സ്റ്റാൻഡ് ഉണ്ട്. അത് ഊരണം. അരി തിളക്കുന്നത് മനോഹരമായൊരു കാഴ്ചയാണല്ലേ. അരി തിളക്കുന്നത് ജാക്സണിൽ ഇറക്കി വെക്കണം. ഇല്ലത്തമ്മ കുളിച്ചു വരുമ്പോൾ കുഞ്ഞത്തലം തുള്ളി തുള്ളി. അപ്പൊ നമ്മുടെ 2ാമത്തെ ദിവസത്തെ അല്ല 3ാമത്തെ ദിവസത്തെ മറ്റേ സാധനങ്ങൾ മാറ്റുന്നത് പരിപാടി. അതെ. അപ്പൊ നമ്മുടെ കാറിന്റെ ഉള്ളില് ഇതൊന്നല്ലായിരുന്നേ. നേരത്തെ കൊണ്ടുപോയാല് ഫുള്ള് നിറച്ച് സാധനങ്ങള് ഈ സീറ്റ് മടക്കിയിട്ട് അതിലെല്ലാ സാധനങ്ങളും വെച്ച് ചാക്കും എന്തൊക്കെ ബാക്കിലേക്ക് നോക്കി കാണില്ല അതേപോലെ. അപ്പൊ ചാർലിയും ചിമ്പും നമ്മുടെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടെ കുറെ ഭൂരിഭാഗം സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഞങ്ങള് അതെ ഫർണിച്ചർ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും കയറ്റി. അപ്പോൾ ഇപ്പോൾ സമയം കണ്ട അമ്മേ സമയം 2:45 പുലർച്ചെ 2:45. അപ്പോസ് ഇത്ര നേരം നമ്മളെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് നേരം മുന്നേ കിടന്നുള്ളൂ 2 മണി സമയത്ത് കിടന്നുള്ളൂ ഉറങ്ങിയിട്ട്. ആദ്യം കുറേ നേരം കളിച്ച് അവനൊരു 12 മണി 11 ആയപ്പോൾ അവനും കിടന്നു.
ഇനി ഇവിടെ വലിയ സാധനങ്ങളൊന്നും ഇല്ല. അലമാര, ചെറിയ മറ്റേ അയൺ ടേബിള്, അവൻ്റെ അപ്പൂസിൻ്റെ സ്റ്റഡി ടേബിള്, പിന്നെ ചെറിയൊരു TV സ്റ്റാൻഡ്, ഒരു ചെയറ്, കട്ടിൽ, മേശ, ഫാൻ, സോഫ, മെയിൻ ടേബിള്, ഡൈനിങ് ടേബിള്, നമ്മുടെ ഫിഷിങ് ഫിഷ്, ഈ ഒരു കട്ടിലും പിന്നെ 2 ചെയറും. ഈ അലമാര നമ്മുടെ അല്ല, ഈ അലമാരയൊക്കെ നമ്മുടെ രാജാട്ടൻ മേടിച്ചു തന്നിട്ടില്ല കേട്ടോ, ഓണർ. അപ്പോൾ ഇനി ഇത്രയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജും കൂടി ഉണ്ട്. AC അഴിക്കാൻ ആൾ വരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു എന്ന് വന്നില്ല അവർ. സാറിലിപ്പോൾ ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് പൊന്ന് വെച്ച് ചെരുപ്പുകളൊക്കെ കയറ്റി ഇനി ഇത് അഴിക്കണം. അതൊക്കെ ഇനി വലിയ വണ്ടിയിൽ കയറ്റി വിടല്ലോ. അപ്പോൾ കണ്ടിട്ട് ഒന്നും തോന്നണ്ട, ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ കൊണ്ടുപോകണേ. കുറേ ട്രിപ്പ് അടിക്കേണ്ടി വരും. മാത്രമല്ല അന്നത്തെ ദിവസം മരിച്ച് പണിയേണ്ടി വരും. അന്നത്തെ ദിവസം നമ്മൾ മരിക്കും. അതെ, നമ്മള് അതെ തന്നെ. അപ്പൊ കുറെ എല്ലാ സാധനങ്ങളും കഴിയും. അതെ, ഇതിപ്പോ എല്ലാ ദിവസവും ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞപ്പോ സെറ്റായി. ചിമ്പാൻ 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 ചിമ്പാനി 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 ചാലിയപ്പൻ ചാലിയപ്പൻ സിറ്റ് ചാലിയപ്പൻ സിറ്റ് സിറ്റ് ചാലി സിറ്റ് 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 ഗുഡ് ബൈ. ചാർലിപ്പനൊക്കെ ഇപ്പം ഡൗട്ടായിട്ട് ഇടിച്ചു നിൽക്കണേ. ആ ഇതില്ല ഫിറ്റിങ്സ് ഇനി ഫിറ്റിങ്സ് ഒന്നും വരാം. ഇത് മാത്രമേ ഉള്ളൂ, ചെറിയ സാൻഡ് പോലെ സാധനങ്ങളും അത് മാത്രമല്ലോ. പിന്നെ ഇത് നമ്മുടെ നമ്മൾക്ക് മറ്റേ പരസ്യം ചെയ്ത് ആ ചെയറും കൂടി എടുത്തു വെച്ചോ. ആ സാധനം അതെടുത്തോ, സ്റ്റീല് അതെടുത്തത് ഈ സൈഡിലേക്ക് ഇങ്ങനെ എടുത്ത് വയ്ക്കി. പോണു വള്ളി അവന് വള്ളി. ഇവിടെ ഇരിക്കണ കമ്പ്യൂട്ടറാണ്, ഇതായിരിക്കണത് കമ്പ്യൂട്ടറാണ് ഗൈസ്. ആ കമ്പ്യൂട്ടറിലേക്ക് ഞാൻ ബ്ലാങ്കറ്റ് എടുത്തേക്കിന അപ്പുറത്തിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നീ ആ കമ്പ്യൂട്ടർ നിന്റെ കയ്യിൽ പിടിക്കോ, ഫ്രണ്ടിൽ വയ്ക്കോ. ആ ഈ ബ്ലാങ്കറ്റ് വിട്ടാൽ മതി, അത്രയും ശക്തമായിട്ട് വരാം. ആ ചിമ്പൊക്കെ പോവാൻ റെഡി ആയിട്ട് കയറി. ഇപ്പം ചിമ്പ് അമ്മയുടെ പൊന്നിനൊക്കെ കൊണ്ടുപാടി എല്ലാം സെറ്റ് ചെയ്തിട്ട് ചിമ്പു മണം പിടിക്കട്ടെ പോണേൻ്റെ പുറകെ വരെ. ചിമ്പുനെ ചാലിനെ ചാലിയപ്പാ 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 ചാലി ഓ ചാലി. ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോറ്റാ കന്നിമണികളെ. അങ്ങനെ 2-3 ദിവസമായിട്ട് ഞങ്ങളൊന്ന് വൈകുന്നേരം ഒന്നും കൂടിയിരിക്കാൻ പറ്റണില്ല. ഊരിക്കോ അത് ഡ്രീം ക്യാച്ചർ ഞാൻ കയ്യിൽ വയ്ക്കാം. വട്ടവട പോയി വരുമ്പോൾ മേടിച്ചതല്ലേ, മൂന്നാറ് വട്ടവട മൂന്നാറിൻ്റെ ഓർമ്മയ്ക്ക്. ഇനി ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണേ, അത് താഴ്ത്തിക്കിടരുത്. ആ കസരിട് വീർക്കും വെളിയിൽ ചെടി അതിൻ്റെ ഉള്ളിൽ ഫിറ്റായി. ഇത് മനുഷ്യരെ കറക്കുന്തളികൾ. നേരത്തെ പോകുമ്പോ ഈ ഏരിയയെ കാണാന്നില്ലേ. അപ്പൊ നമ്മുടെ മുകളില് കാവലായിട്ടിരിക്കുന്നുണ്ട്, ചാലിയുണ്ട്. അപ്പൊ ഞങ്ങളിനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് ഇനി അവിടെ സാധനം വയ്ക്കാൻ പോവാണ്.
ഇപ്പൊ സമയം ഇപ്പൊ പോകുമ്പോ ഞങ്ങൾ അവിടെ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഇത് സെറ്റ് ചെയ്ത നേരത്തൊക്കെ ഞങ്ങൾ കൊണ്ടുവച്ചതൊക്കെ വെച്ചും ഫിറ്റിങ്സ് ഒക്കെ മുകളിലത്തൊക്കെ ചെയ്യുമ്പോൾ ഞാനെല്ലാം ഡ്രസ്സുകൾ കബോർഡിലാക്കാതെ പാത്രങ്ങൾ അതായത് സ്ഥലങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഹലോ 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 ഫോണാണ് ആരോടെ ചാലേ അവർക്ക് മനസ്സിലായി നമ്മള് പോവാൻ. ഇപ്പൊ കയറ്റാൻ പറ്റില്ല ചാലേ, നാളെ കൊണ്ടുപോവാ. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാം. വെയിറ്റ് ചെയ്യണ്, വെയിറ്റ് ചെയ്തോണ്ടിരിക്കണ അവിടെ തുറക്കാൻ. നേരത്തെ ചിമ്പ് ഇതിലൂടെ കയറിട്ട് ഡ്രൈവർ സൈഡ് ഇവിടെ ഇരിക്കുന്നു. അപ്പൊ ഞങ്ങൾ പോയിട്ട് പറക്കും തെളിയുടെ പാട്ടൊക്കെ പറയാൻ 4:15 4:30 ആവാറായി. നടൊക്കെ റബ്ബർ പോലെ എന്റെ നടൊക്കെ ടയർഡാണ്. ഞങ്ങളത് അവിടെ ആദ്യം പപ്പു വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളറിഞ്ഞില്ല. സാധനങ്ങളെ ഇറക്കണ വണ്ടിയുടെ എണീക്കുമ്പോ ഞാൻ വേണം അവന്, അല്ലെങ്കിൽ വാശി പിടിക്കും. ചിലപ്പോ ശരിയായിണ്ടാവും, അല്ലെങ്കിൽ എണീറ്റ് അവിടെ നടക്കണ്ടാവും, അല്ലെങ്കിൽ അപ്പു പിടിച്ച് കിടന്നുണ്ടാവും, അറിയില്ല. എന്തായാലും ഞങ്ങള് ചായ തലവേന എടുത്തിട്ടേക്ക്, തലവേനും മേലും ഒക്കെ വയ്യാണ്ടായി. അപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഡെയിലി നമ്മൾ മേലനങ്ങിയിട്ട് അങ്ങനത്തെ വലിയ പണികളൊന്നും ചെയ്യണില്ലല്ലോ. അപ്പൊ ഞാൻ ഓഫീസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയറിലിരിപ്പാ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഈ സെയ്യും അലമാരികളിൽ നിന്ന് അതാത് ഡ്രസ്സുകൾ എടുത്ത് പാക്ക് ചെയ്യുക, പിന്നെ എഴുന്നേൽക്കുക, എടുക്കുക, ഈ കുമ്പിട്ട് ഇങ്ങനെ ഒരാഴ്ച ചെയ്തുകൊണ്ടായിരിക്കാം. പിന്നെ ഇവിടെ വരുമ്പോഴും അതിൽ നിന്നുള്ള സാധനങ്ങൾ എടുത്ത് പിന്നെയും അതാത് സ്ഥലങ്ങളിൽ പിന്നെയും എല്ലാ ദിവസവും മേലനങ്ങിട്ട് വല്ല പണികൾ ചെയ്തിട്ട് ഇവിടെ ഞാനൊന്നും ചെയ്യാത്ത കാരണം കഴുത്തും പെടലൊക്കെ എന്തോ ഒരു സ്ഥിര വട്ടി പോലെ ഇരിക്കുന്നത്. ചായക്കട എന്തെങ്കിലും ഉണ്ടാവോ? തൃശ്ശൂരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയാലും കിട്ടിയനെ ഉണ്ടാവുന്നതായിരിക്കും. ഒരു ചായക്കെങ്കിലും കുടിച്ചിട്ട് തിരിച്ചു വന്നാൽ അത്ര ആശ്വാസമായിട്ട് മേലൊന്ന് കുളിക്കണം, കുളി കഴിഞ്ഞാൽ ഉറങ്ങണം. അപ്പോഴേക്ക് അടുത്ത പരിപാടികൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. നാളെയല്ല ഇന്നായി, പുലർച്ചെ നാളെ. ഇന്നത്തോടെ നമ്മളുടെ പഴയ വീട്ടിലെ പോവുകയാണ്. തലയിലും മറ്റേ താടിമൊക്കെ മറ്റേ ഇഷ്ടിക പൊടിയെ മൊത്തം ഡ്രില്ല് ചെയ്തന്നെ തീരെ വയ്യാണ്ടാവും. എനിക്ക് വേറെ ഉഷാർക്കുറവോ അല്ലെങ്കിൽ കൈയും കാലൊക്കെ ടയേർഡായതൊക്കെ ഉണ്ടെങ്കിലും നടുവിന്റെ ആ ഭാഗല്ലേ, ഈ കുമ്പിട്ട് നിർന്ന് ഈ ചാക്കിൽ വെക്കുന്ന സാധനങ്ങൾ കുമ്പിട്ട് എടുക്കുന്നു, പിന്നെയും വെക്കുന്നു, പിന്നെയും ഇത് കണ്ടിന്യൂസ്ലി ഒരാഴ്ചയായിട്ട് ഒരു 2-3 നേരം ഇത് തന്നെ ചെയ്യണ ഫുള്ള്. അതെ, അതാണ് തലൊക്കെ വേനണ്ട്. ഇനിയിപ്പോ ഇന്ന് ഈവനിങ് അരുണ് വണ്ടി പറഞ്ഞിട്ടുണ്ട്, ഹരി വരും എന്ന് വിചാരിക്കുന്നു, വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആൾക്കാരൊക്കെ എണീറ്റ് വന്നു തുടങ്ങിട്ടാ ചായക്കട തുറക്കാനൊക്കെ. ആൾക്കാരൊക്കെ എണീറ്റ് വന്നു തുടങ്ങി. 4:15 പറയില്ലേ, 4:21. അപ്പൊ ഇനി പയ്യെ ആൾക്കാരൊക്കെ തണ്ട ബൈക്കുകളും വണ്ടികളൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാൽ ഞായറാഴ്ച ഒരു ദിവസം മൊത്തം റെസ്റ്റ് എടുക്കാലോ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ടാ. നമ്മള് പുതിയ വീട്ടിൽ ചെല്ലുമ്പോ അവിടെ റെസ്റ്റ് എടുത്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാ. തിങ്കളാഴ്ച തൊട്ട് ഓഫീസിലേക്കും പോവാം. റെഗുലർ ലൈഫ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യും. റബ്ബർ ഒരു കഴക്കില്ല അവിടെ. നടുവിന്റെ ആ ഒരു ഭാഗത്ത് ഇഷ്ടിക വെച്ച് അടിച്ച് കൊടുക്കാൻ തോന്നുന്നു. അമ്മാതിരി എനിക്കൊന്നും അങ്ങനെ നടുവേദന അങ്ങനെ ഒന്നും വരാറില്ല. ഈ പീരീഡ്സ് ടൈമിലൊക്കെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ നടുവേന വയറുവേന അങ്ങനത്തെ അല്ലാതെ എനിക്ക് അല്ലാതെ ഒരു രീതിയിലുള്ള അല്ലേ. ഇത്ര കാലമായിട്ട് ഇപ്പൊ വിച്ചുവിന്റെ പല ഫ്രണ്ട്സിന്റെ ഒക്കെ വൈഫുമാർക്ക് നടുവിനൊക്കെ വരില്ലേ, അതിനൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഞാനപ്പോ ആലോചിക്കാറുണ്ട് കേട്ടോ, നടുവിന് ഇപ്പൊ ഇത് വേറെ ഒന്നല്ല, ഈ ഒരു
പണിയെടുത്ത് തന്നെ നല്ല പണിയെടുക്കില്ല തന്നെയായിരുന്നു. കാരണം വിച്ച് പാതിരക്കാണ് ജോലി കഴിഞ്ഞ് വന്നത്. അപ്പൊ എനിക്ക് ഉറപ്പായി അവനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ പിന്നെയും നമ്മള് മരിച്ചു പണിത്. ഇപ്പൊ ആദ്യം കൂടി ഉണ്ടല്ലോ നമ്മുടെ ഇടയിൽ കിടന്നിട്ട്. അന്ന് നമ്മൾ ഷിഫ്റ്റ് ആകുമ്പോ ആദ്യം കുഞ്ഞിതാ. അപ്പൊ അപ്പൂസിനെ ഹാൻഡിൽ ചെയ്യാൻ കൊടുത്തിട്ട് ഞങ്ങൾക്ക് പെടപെടാന്ന് കഴിഞ്ഞു. ഇപ്പൊ അത് പറ്റില്ല. നമ്മുടെ അടുത്തേക്ക് അപ്പൂസിന് പിന്നെ എക്സാം ഉണ്ട്, അവന് പഠിക്കണം. ചായ അല്ലേ ഉണ്ടാവണം. കഴക്കൂട്ടത്തിൽ പോയാൽ മതിയാ. പോയി നോക്കാം. അവിടത്തെ മറ്റേ പൂളച്ചായാണ് ആ കാടി വെള്ളം പോലത്തെ ചായ. ശ്രീകാര്യത്ത് തുറന്നുണ്ടാവും. ആൾപ്പന്മാര് തുറക്കണമെങ്കിൽ സമയം എടുക്കും. പുലർച്ചെ അങ്ങനെ പോവാ. ഫുൾ ടയേർഡ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ എടുത്തു അമ്മാതിരി ടയേർഡ്. ഉറക്കക്ഷീണം പിന്നെ പോട്ടേന്നൊക്കെയാണ്. ഉറങ്ങാണ്ടുള്ളത് പിന്നെ ശീല. അത് ഇത് ഞാൻ ഗേറ്റ് അടച്ച് കടക്കുമ്പോ ഞാൻ വിചാരിച്ചു വിച്ചനെ അന്വേഷിച്ചു. ഞാൻ തല കറങ്ങി വീഴും. ഞാൻ ഇങ്ങോട്ട് നടക്കുമ്പോ ഞാൻ ഇങ്ങോട്ട് പോകും. അപ്പൊ ഞാൻ ആദ്യം ചോദിച്ചു എനിക്ക് തോന്നാണോ എന്താ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ടയർഡായി. നട്ടുവേദന എടുത്തിട്ട് എനിക്കാകെ. ഇന്നിപ്പോ നമ്മള് ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് ഇപ്പൊ വീടിനകത്ത് വേറെ സാധനങ്ങൾ ഇനി അധികം ഇല്ല. ഇനിയിപ്പൊ ഞങ്ങള് കുക്ക് ചെയ്യണ അല്ലെങ്കിൽ നാളെയും കൂടി വെക്കുന്ന കുറച്ച് ചാക്കിലേക്കുള്ള വലിയ ഐറ്റംസ് മാത്രം, ഒരു 2 പെട്ടിയിലേക്കുള്ള ഞങ്ങൾ ഇടാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സും മാത്രമേ ഉള്ളൂ. പിന്നെയുള്ള ഫർണിച്ചേഴ്സ് അത് ഈ പറയണ പോലെ അതിനെയും ഒക്കെ വന്ന് ഒരു വണ്ടി വന്നിട്ട് ഫർണിച്ചറൊക്കെ വന്നു. അതും തലയിൽ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ ഞങ്ങൾ അതും ചെയ്തു. ഈ വണ്ടിയുടെ ഉള്ളിൽ കയറ്റാൻ പറ്റിയ സാധനങ്ങളൊക്കെ കയറ്റി കൊണ്ടുവന്നുണ്ട്. ഞങ്ങൾ കൊണ്ടുപോയി. ഇനിയിപ്പൊ ഇതില് കയറ്റാൻ പറ്റാതെ കട്ടിലൊക്കെയാ. ഇനി ആ ഫർണിച്ചറുകൾ മാത്രമുള്ളൂ. അതിന് വണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അഴക്കകൾ കഴിക്കണം അവിടെ. 5:30, 6:30, 7:30 3 മണിക്കൂറില് ഇനിയിപ്പോ ഒരു അരമണിക്കൂർ ചായ കുടിക്കണം. 2.5 മണിക്കൂറൊക്കെ കണ്ണടക്കാൻ പറ്റും. കഷ്ടപ്പെട്ട് അവിടെ ചെല്ലുമ്പോ ചായ കഴിയും. ഇതിപ്പോ നമ്മള് ഇപ്പൊ 4:30, ഞങ്ങള് ശരിക്കും ഉറങ്ങണ സമയം എന്ന് പറഞ്ഞാൽ 2:30 അല്ലെങ്കിൽ 3:00. ഉറക്കത്തിന്റെ എല്ലാ പ്രശ്നം. ഉറക്കത്തിന്റെ കൂടെ ഈ വീഡിയോ എഡിറ്റിങ് എടുക്കല് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം ഷെഡ്യൂൾ ചെയ്യല് FBയില് അങ്ങനെ അങ്ങോട്ട് ടൈം പോണെന്താ. അപ്പൊ അത് ഉറക്കക്ഷീണം മാത്രമേ വരുള്ളൂ, ബോഡി ക്ഷീണം വരില്ല. പക്ഷെ ഇത് ഞാൻ തവിട് പൊടിയുള്ളൂ. അപ്പൊ ഞങ്ങൾ കഴക്കൂട്ടത്തെത്തി. കഴക്കൂട്ടത്തെ ചായക്കടയിലേക്ക് ഉണ്ടെന്നുണ്ട്. ആ ബൈക്കെല്ലാം ഇരിക്കുന്നുണ്ട്. അവന്മാര് ഞങ്ങള് പുലർച്ചക്കൊക്കെ വന്ന് ഞങ്ങളുടെ ചായക്കട ഹോട്ട് ആൻഡ് കൂൾ. ഇവിടെ ഹോട്ടായും കൂളായും ആൾക്കാര് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല ഇതിന്റെ ഭംഗിയൊന്നും. ഇപ്പൊ കുറച്ചുകൂടി നീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ചായക്കട എന്റെ പൊന്നി. എന്തായാലും ഞാൻ ഒരടി തീരുമാനങ്ങളില് ഞാൻ ഇവിടുന്ന് ഇറങ്ങിയാൽ ഞാൻ തല കറങ്ങി വീഴും. അത്രയും പേര് കാണും ഗൈസ്. സോ ഞാൻ ഇതിൽ തന്നെ ഇരിക്കുകയാണ്. വിച്ച് പോയി ചായ കൊണ്ടുവരുന്ന ഭാഗം അതിൽ ബാക്ക് മറ്റേ ക്യാമറ വെച്ച് കാണിക്കും. അതിന് വെച്ചാൽ മതി, ഇതിൽ വെച്ചാൽ മതി. അപ്പോൾ അനങ്ങാൻ പറ്റണില്ലേ ഗൈസ്. ഇനി ആദ്യം ഞങ്ങൾ ചെല്ലുമ്പോൾ എണീറ്റിരിക്കുകയാണെങ്കിൽ പൂർത്തിയായി. പിന്നെ 1 മണിക്കൂർ പോലും ഉറങ്ങാൻ പറ്റില്ല. പിന്നെ ഇനി രാവിലെ എഴുന്നേറ്റ് ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മൾ അവിടുന്ന് ബാക്കിയുള്ളത് മാത്രം പിന്നെയും പാക്ക് ചെയ്യണല്ലേ. പുറത്തുള്ളതുണ്ടല്ലോ നമ്മളുടെ അഴക്ക, അതുപോലെ തേങ്ങ നാട്ടിൽ നിന്ന് വന്നപ്പോൾ തന്നയച്ച ഒരു സഞ്ചി നിറയെ തേങ്ങ മമ്മി തന്നയച്ചത്. പിന്നെ എന്തൊക്കെയാടാ ക്ലീനിങ് അതൊക്കെ. പിന്നെ 2ാമത്തെ 3ാമത്തെ ട്രിപ്പിലൊക്കെ എല്ലാം കൂടി വലിച്ചു കയറ്റിട്ട് വരാം. അപ്പൊ എത്ര ട്രിപ്പ് ഉണ്ടാവും? 2 ട്രിപ്പ് എന്തായാലും 2 ട്രിപ്പിന് ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ ഇരിക്കുന്നത്. അതിനാണ് ഞാൻ മാക്സിമം കഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പോയിട്ട് ചായ കൊണ്ടുവരാം ഗൈസ്.
ഒരു സ്ട്രോങ് ഒരു മീഡിയം. ഞാൻ മീഡിയ സ്ട്രോങ്. ഞാൻ പറയാ നീ ഓർത്തു നീ വരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ 2 ദിവസം കഴിയാതെ നീ വരില്ലെങ്കിൽ. അപ്പൊ ഇനിയിപ്പോ നാളെ എല്ലാ സംഭവങ്ങളൊക്കെ മാറ്റി സെറ്റാക്കി ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങായി. അപ്പൊ നമ്മുടെ അപ്പൊ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടൊക്കെ ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സ് 100K ആയി, യൂട്യൂബ് 600K, 101K ആയി. 101K. ഞാൻ 3 ദിവസങ്ങളായിട്ട് നോക്കിയിട്ടേ ഇല്ല. യൂട്യൂബ് 600K കഴിഞ്ഞു. പിന്നെ നമുക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്. ഇനിയും നിങ്ങൾ സപ്പോർട്ട് വേണം. നമ്മൾ നേരെ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മള് ഞാൻ ഒരുപാട് ഇടം പറയാറുണ്ട്. ഞങ്ങൾ ഇതൊക്കെ ചെയ്യണത് ഞങ്ങളുടെ ഇത്രേ കാര്യങ്ങളുടെ ഡെയിലാണ് ഈ പറയണ വീഡിയോ എടുക്കും, വീഡിയോന്റെ കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഒരുപാട് താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചത്തിട്ടാ പറയണേ, ഫോളോ ചെയ്യുക. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഒരുപാട് നല്ല കമന്റ്സ് നമ്മളോട് സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. സ്ലോയില് സംസാരിക്കുന്നത് നമ്മൾ പെട്രോൾ കഴിയുമ്പോൾ വണ്ടി വലിക്കില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് ഇത്. എന്താ പറയാ, അത് റിയൽ ആയിട്ടുള്ള കാര്യം. അത്രയും ഒരാഴ്ചയായിട്ട് ഷിഫ്റ്റിങ്ങിന് വേണ്ടി ഒതുക്കലും പറക്കലും കാര്യം അത് ഇത് മറ്റേത് മറിച്ചതൊക്കെ ചെയ്ത് ഇങ്ങനെ റിയലായിട്ട് ലാസ്റ്റ് ആവാറായിപ്പോൾ ഇതായി. അപ്പോൾ ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഇതുപോലത്തെ ടെക്നോ പാർക്കിലൊക്കെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജോലിയും സ്ഥലങ്ങളൊക്കെ ഷിഫ്റ്റായി വരുമ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളതെടുക്കും. പിന്നെ എന്താ പറയുക, എന്താ പറയാമെന്നുണ്ടായിരുന്നു മറന്നു. അപ്പോൾ വേറൊന്നുമില്ല അധികം. അപ്പോൾ നാളെ നമ്മൾ മാറുന്ന നമ്മുടെ വീഡിയോ വരും. അപ്പം ഞങ്ങൾ എവിടേക്കാണ് ഷിഫ്റ്റ് ആവണേ എന്നൊക്കെ ഒരു ക്ലൂ തരട്ടെ. കാട്ടി കൊടുക്കണം, കാണിച്ചു കൊടുക്കും. ഞങ്ങളുടെ റൂമാകും ഗൈസ്. ഉദയ സ്റ്റുഡിയോ ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആലോചിച്ചാൽ മതി ഗൈസ് ഏതാ സ്ഥലം. ആർക്കെങ്കിലും ഇനി ഉദയ സ്റ്റുഡിയോ ഞാൻ കാണിച്ചു തന്നുണ്ട്. ഞാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞു, ഞാൻ ചിലപ്പോ എന്റെ ജീവിതത്തിലായിട്ട് ഇത്രയും ടയർഡാവണം. അപ്പൊ ടയർഡായ എന്റെ ഭാര്യക്ക് പ്രൊഡ്യൂസർ കുറച്ച് റെസ്റ്റ് വേണം. പിന്നെ എക്സാം ആയതുകൊണ്ട് അവ അതിൻ്റെ ഇടയിൽ അവനെ പഠിക്കാനാണ് നമ്മൾ അധികം ഇരുത്തിക്കണത്. അവ അവന്റെ സാധനങ്ങൾ ഒക്കെ നമുക്കൊരു വെട്ടിയിലാക്കി തന്നു. പിന്നെ എന്താ പറയാ, പിന്നെ അവൻ കാനുള്ള സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിച്ചുവിനെ പിടിക്കാനോ TV ഫിറ്റ് ചെയ്യാനോ അതിനൊക്കെ അവൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. നമ്മളവൻ്റെ അടുത്ത് മാക്സിമം ടൈമിൽ പഠിക്കാൻ പറയാൻ ബോർഡ് എക്സാം ആയതുകൊണ്ട്. എന്നാലും അവൻ പഠിച്ച് കുറച്ച് സമയമൊക്കെ ബ്രേക്ക് എടുക്കാനൊക്കെ ആയിട്ട് നടക്കില്ലേ. അപ്പോൾ അവൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്തെങ്കിലും ചെയ്യണോ, ഞാനിപ്പോൾ ബ്രേക്ക് എടുത്തിട്ട് 1 മണിക്കൂർ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാം ആ സാധനത്തിലേക്ക് ഇടുക, ഈ ഉണ്ണിയുടെ ടോയ്സ് ഒരു ചാക്കിലേക്ക് ഇടുക അങ്ങനെയൊക്കെ പറയും. പിന്നെ അവനോട് വീണ്ടും പഠിച്ചോളാൻ പറയും. ഇപ്പം നെറ്റ് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ അവ ഇവിടെ വന്നിരുന്ന് പഠിക്കും, നെറ്റ് അവിടെ ഇരുന്നപ്പോൾ അവ അവിടെ ഇരുന്ന് പഠിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി കുറേ വിശേഷങ്ങൾ വരാറുണ്ട്. പർപ്പൂസിൻ്റെ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് വരും. പിന്നെ നമ്മളുടെ പഴയ വീട്ടിലെ വീഡിയോസൊക്കെ തീരാൻ പോവാണ്. പഴയ ലൈഫ് തീരാൻ പോവാണ്. ഇനി പുതിയൊരു തുടക്കം അല്ല വെച്ചോ, പുതിയൊരു തുടക്കം. ഞങ്ങളുടെ എല്ലാ തുടക്കവും ഏപ്രിലായിരിക്കും. എല്ലാ തുടക്കവും ഞങ്ങളുടെ ഏപ്രിലായിരിക്കും. മാർച്ച് ഏപ്രിൽ ഞങ്ങളുടെ ലൈഫ് തുടക്കം അങ്ങനെ തന്നെ. അപ്പൂസിന്റെ ബർത്ത്ഡേ ആണ് ഏപ്രിലിൽ. ഈസ്റ്ററും വിഷു ഒക്കെ രണ്ടും ഒരു ഹിന്ദു ക്രിസ്ത്യൻ രണ്ടും എന്താ അതല്ല, ഈസ്റ്ററും വിഷു ഒക്കെ ആഘോഷങ്ങൾ അത്ര നല്ലൊരു ആഘോഷങ്ങളുടെ ഒരു മാസമാണ് ഞങ്ങളെ എല്ലാ കൊല്ലവും. അതിപ്പോൾ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിലും തൃശ്ശൂർക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിലും ട്രിവാൻഡ്രം ഷിഫ്റ്റ് ആവുകയാണെങ്കിലും ഇനി എവിടേക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിലും ഒക്കെ ഏപ്രിൽ ആ സമയത്താണ് കറക്റ്റ് മാറുക. കാരണം 11 മാസത്തേക്ക് നമ്മൾ എഴുതിച്ചിട്ടുണ്ടാവുക. പിന്നെ കറക്റ്റ് നമ്മൾ മാറണമെന്ന് ചോദിച്ചാലും ആ സമയം ആവുമ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ വരും. അതും വളരെ നല്ലൊരു മാസമാണ് ഈസ്റ്ററും വിഷു നമ്മുടെ അപ്പൂസിന്റെ ബർത്ത്ഡേ.
എന്തുകൊണ്ടും നല്ലതുകൾ ഉണ്ടാവുന്നതാണ്. കഴിഞ്ഞ വർഷം പിന്നെ എല്ലാവർക്കും സ്പെഷ്യലി ഞങ്ങൾക്ക് എല്ലാവരും പോലെ എല്ലാവരും പറയുന്നത് കേട്ടു അവർക്കൊക്കെ പൊട്ട കൊല്ലായിരുന്നു. ഞങ്ങൾക്കും എന്താ പറയുക ഫിസിക്കലി ആണെങ്കിലും ഫിനാൻഷ്യലിയും കുറച്ച് സ്ട്രഗിൾ ചെയ്ത കൊല്ലായിരുന്നു ലാഭിച്ചു. അപ്പം ഇക്കൊല്ലം ഞങ്ങളൊക്കെ അങ്ങനെയൊന്നും ഇല്ലാതെ നമുക്ക് ഒന്ന് നോർമലി സെറ്റായി പോകാനൊക്കെ ആയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് തരണം, പ്രാർത്ഥിക്കണം. ഗൈസ് Eji pone, pipi cita, indiri muti, eji pone. ഗൈസ്, അപ്പോൾ നമ്മളുടെ ഫർണിച്ചറൊക്കെ കൊണ്ടുപോകാനുള്ള വണ്ടി ചേട്ടനൊക്കെ വന്നിട്ടുണ്ട്. ഹരി എത്താന്ന് പറഞ്ഞിട്ടുണ്ട്, എത്തിയിട്ടില്ല, ഇപ്പോൾ വരും. ആദ്യം അവിടെ വെക്കിയതൊക്കെ ഒതുക്കി വെച്ചെന്നൊക്കെ ഓരോന്ന് എടുക്കാവൻ ഒതുക്കി വെച്ച ആദി അപ്പൻ്റെ റൂമിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല മലയാളമാരി, അതാണ് സാധനങ്ങളൊക്കെ വരി വരിച്ചിട്ടുണ്ട്. ഗായ്സ്, ഞങ്ങൾ രണ്ടലമാര കയറ്റി. ഒരലമാര കയറ്റുമ്പോഴേക്കും സൗണ്ട് കൂട്ടി. അപ്പോൾ ഇനി അടുത്ത സാധനങ്ങൾ കയറ്റാൻ പോകട്ടാ. അപ്പോൾ 3 man പവറിലാണ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇനി കട്ടില്, സോഫ മാത്രം, പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്. വാഷിംഗ് മെഷീൻ കയറ്റാൻ പറ്റും ചേട്ടാ സൈഡിൽ? അത് കയറില്ലേ? വാഷിംഗ് മെഷീൻ സെറ്റാ. ഹെൽപ്പിങ്, അടിശ ഹെൽപ്പിങ് കണ്ട, എല്ലാവർക്കും ഹെൽപ്പിങ് കൊടുക്കണം. ആദ്യം കൊണ്ടുപോ, ആദ്യം ഫുൾ ഹെൽപ്പിങ്. ചാട്ടിക്കട്ടന്നിട്ടൊക്കെ ഓരോന്ന് എടുത്തോണ്ട് പോണേ അല്ലേ? ആ പൊന്നു. ഇനി അത് കൊണ്ടോണേ സോഫ. അതെ, സോഫ ഡൈനിങ് ടേബിളൊക്കെ കൊണ്ടുപോയി. അമ്മേ, സോഫ എടുക്കാൻ പോണ ഗൈസ്. ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗുഡ് ബോയ് ആയിട്ട്. സാധനങ്ങള് അവന് പറ്റുന്ന സാധനങ്ങളെല്ലാം അവൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ. കണ്ട കണ്ടാ, അടിച്ച് കൂട്ടുപോയാനില്ലേ, അടിച്ച് ചാക്കായിക്കിണ്ട. ഹരി വരുമ്പോഴേക്കും ഇവിടെ എല്ലാം കഴിഞ്ഞു. ചലി 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 ചലി.
ചീമ്പ് ഹെൽപ്പിംഗ് ഗുഡ് ബൈ ആദിശി ചാകായിക്കാണ് അടിച്ച് വീയും പടുക്ക അയ്യോ ഫിജ്. ഞങ്ങള് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നൊക്കെ മാറ്റി അത് കുട്ടിയതാ ഈ ഫ്രിഡ്ജും ഇതിനകത്ത് ഫാൻ പിന്നെന്താ അവിടെ അപ്പൂൻ്റെ സ്റ്റഡി ടേബിൾ അതുകൊണ്ട് മാറ്റി കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. അവിടെ പൊട്ടിയല്ലേ അപ്പൊ അപ്പും ആ ചേട്ടനും കൂടിയിട്ട് അവിടെ സാധനങ്ങൾ കെട്ടാട്ടാ. സെറ്റായ അടയ്ക്കാം. ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കിയുള്ള സാധനങ്ങളേക്ക് കയറട്ടെ. അവരും ടയേർഡായിട്ടിരുന്നു. ഇനി ഇതൊക്കെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രിപ്പ് ഓടി പോയി പരിപാടി കഴിഞ്ഞു. അപ്പോൾ ആദ്യക്ക് ഞാനതൊക്കെ പൊതിഞ്ഞ് ഫ്രിഡ്ജിലെ വെജിറ്റബിൾസ് ഇതാ നോമ്പെടുത്തുകൊണ്ട് വെജിറ്റബിൾസ് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയില്ല. ഇതില് നമ്മള് പാലും ദോശയും നാളേക്കുള്ളതൊക്കെ ഉണ്ട്. എത്രയും പെട്ടെന്ന് ഫ്രിഡ്ജ് അവിടെ എത്തിച്ചാൽ എത്രയും പെട്ടെന്ന് കേടാവേണ്ട അവിടെ ഓൺ ചെയ്ത് അത്യാവശ്യം ഫ്രിഡ്ജ് ഓൺ ചെയ്യാൻ പറ്റില്ല. ഗ്യാസ് ഒന്ന് സെറ്റ് ആവണം. കുലുങ്ങിയിട്ടുണ്ടല്ലോ. പാല് നാശാവില്ല. അപ്പോൾ ഞാൻ ഇനി കയറ്റട്ടെ. അപ്പോഴേക്കും ആദ്യം സെറ്റാവും. പിന്നെ ഞാൻ ആദ്യം ഉറങ്ങും എന്തായാലും. അപ്പോൾ ഞാൻ കയറ്റട്ടെ കേട്ടാ. എളുപ്പമല്ല. അപ്പോൾ ഗായ്സ് അതായത് നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി. അപ്പൂസ് ചാലിപ്പൻ അടിച്ച് കുട്ടേ. എൻ്റെ അമ്മേ ഇനി ഇതൊക്കെ അവിടെ കൊണ്ട് ഇറക്കേണ്ട കാര്യം ആലോചിക്കുമ്പോൾ കഴിഞ്ഞിട്ടാ സാധനങ്ങൾ. 2 ട്രിപ്പ് 2 തന്നെ ഫിനിഷ് വെച്ച് അട്ടിറക്കി വെച്ചു. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണം. ഇതൊക്കെ ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ള ഈ കുഞ്ഞു സാധനങ്ങൾ അതൊക്കെ നമ്മുടെ കാറിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നൈസായിട്ട് കൊണ്ടുപോകാം. ഇഷ്ടങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് വരണേ. എന്തായാലും 2 ട്രിപ്പ് കാറിൽ വരണേ. ചിമ്പൂനും ചാലിനും കുളിപ്പിക്കണം. അതേപോലെ അതിൽ മാക്സിമം ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറണ കയറ്റി. ഞാൻ ചേട്ടന് 3ാമത്തെ ട്രിപ്പ് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് വരാത്തതുകൊണ്ടാ ചേട്ടൻ വണ്ടി എടുത്തുവിടാം. നടക്കുന്നുണ്ട്. അതൊക്കെ എല്ലാം വെച്ചിട്ട് വണ്ടി എടുത്താള് എളുപ്പല്ലാട്ടാ. കയറിക്കോ പോട്ടെ. ഇല്ലടാ കെട്ടീൻ്റെ ആള് ഫാൻ കെട്ടിണ്ട്. ഫാനാ പോവാ. അപ്പതേ നമ്മളുടെ പഴയ വീടിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. ഇത്രയും നാള് നമ്മൾ എവിടെയാണ് നടന്നത്. നമ്മളിവിടെ ഓടി ചാടി നടന്നു. നമ്മളെ വീഡിയോസ്, ഫോട്ടോഷൂട്ട്, റീൽസ്, വ്ളോഗ്സ് അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. ഞങ്ങൾ നമ്മുടെ ബൈക്കുണ്ട്, കൊച്ചുവിൻ്റെ ബൈക്ക് സ്റ്റാർട്ടാവണില്ല. അപ്പോൾ തള്ളിക്കൊണ്ട് പോകണം, അതെടുക്കണം. നമ്മളുടെ ചിഞ്ചുവിനോടും ശിവചേട്ടൻ, അനുക്കുട്ടി അതൊക്കെ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ യാത്ര പറയണം. അങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് യാത്ര പറഞ്ഞിട്ട് പോവാം. നമ്മളുടെ ചിഞ്ചുവിൻ്റെ ഗാർഡനിലാണ്. നല്ല രീതിയിലുള്ള ഗാർഡനിങ് ചെയ്യുന്നത്. മറച്ചുണ്ട്. നല്ല മണം ഇവിടെ വന്നപ്പോ. എനിക്ക് കുറേ ചെടികൾ എനിക്ക് തന്നായിരുന്നു. അയ്യോ
അവിടെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നത്. ഇവിടെ ആരും ഇല്ലാത്തോണ്ട് നിങ്ങൾ അവിടെ ഇല്ലാത്തോണ്ട് അത് ഉറങ്ങിയതില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആയി തോന്നി. ഞങ്ങൾ ആ കഴിഞ്ഞ ഈ സമയത്ത് വന്നിട്ട് ഇവിടെ നമ്മൾ റീലുകളും വ്ളോഗും ചേഞ്ചോല അങ്ങോട്ട് നോക്കുമ്പോ ഫുള്ള് ഇരുട്ടാവൂലേ? ഇങ്ങനെ ഇരിക്കും അങ്ങോട്ട് നോക്കുമ്പോ. ചേച്ചി എവിടെയാ തല പറ്റില് അപ്പൊ പോവാണ്. അപ്പൊ ഞങ്ങള് എന്താ പറയാ വളരെ നല്ല ലൈബേഴ്സ് ആയിരുന്നു. ഞങ്ങൾക്ക് അവിടെ പോയാലും നല്ല ലൈബേഴ്സിനെല്ലാം കിട്ടാറ്. നിങ്ങളും നല്ല ലൈബേഴ്സ് ആയിരുന്നു. അപ്പൊ ശരിക്കും മിസ് ചെയ്യും. എനിക്ക് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ എന്താ പറയാ രുചികരമായി നമ്മൾ കഴിക്കാൻ സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരുപാട് താങ്ക്സ്. ശരിക്കും മിസ് ചെയ്യും. കുട്ടിയുടെ അടുത്തും അപ്പൂസിന് ഏത് നേരം പായസം ഉണ്ടാക്കി കൊടുക്കും. ആദീസിന് എപ്പോഴും അപ്പം ഉണ്ടാക്കി കൊടുക്കും. പിന്നെന്താ വെറൈറ്റി നമുക്ക് മോളി പ്രോൺസിന്റെ മോളി അങ്ങനെ കുറെ വെറൈറ്റി സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട്. അപ്പൊ ഞങ്ങള് തീർച്ചയായിട്ടും മിസ് ചെയ്യും. അപ്പൊ യാത്ര പറയുന്നില്ല, ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നടന്നു ഒരാളാണല്ലോ. അത്ര അകലെയല്ല. അങ്ങനത്തെ ഒരു ഇതുണ്ട്. എന്നാലും ഇപ്പൊ ഇങ്ങനെ തിരിച്ചു വന്നില്ല ഇപ്പൊ. അപ്പൊ ആ പോയേക്കാളും ഭയങ്കര ഒരു ഇത്. ഇപ്പൊ വന്നപ്പോ ഇരുട്ടായിട്ട് എടുക്കല്ല. ഞങ്ങൾ പോകുന്ന വെച്ചതാ ഞങ്ങൾ ഇത് കാരണം പോകണ്ട. പ്രത്യേകിച്ച് ഇവിടെ അഞ്ചുകുട്ടിന്റെ ഇവിടെ കളിക്കാൻ പറ്റും. അതെ, ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. നമ്മളത്